ഡൽഹി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബി.ജെ.പിയുടെ കൂടിയാലോചനകൾ സജീവമാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേസ് വർമ്മയ്ക്ക് തന്നെയാണ് പ്രഥമ പരിഗണന. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ പേരും പരിഗണനയിലുണ്ട്. മുൻ മുഖ്യമന്ത്രി അതിഷി പ്രതിപക്ഷ നേതാവായേക്കും. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഒരു ഭരണമാറ്റം വന്നതിന്റെ ഒരു ഏറെ തുക നിങ്ങൾക്കും ഒന്ന് അനുഭവിച്ചറിയാൻ പറ്റും. കുറെ കാലങ്ങൾക്ക് ശേഷമല്ലേ നിങ്ങളൊക്കെ നിന്നതിന് ശേഷവും ഒരു ഭരണമാറ്റം വരുന്നു എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ? അനൂപ് ദാസ് കണ്ടിട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. മറുവശത്തെ നീക്കങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഡൽഹിയിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു എന്ന് തന്നെ പറയാം. 1995 ശേഷം ഒരുപാട് കാലം കോൺഗ്രസ് ഭരിച്ചു. ഷീലാ ദീക്ഷിത് 15 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം അതേ ഷീലാ ദീക്ഷിത് 15 വർഷക്കാലം ഭരിച്ച ഷീലാ ദീക്ഷിത്തിനെ ഒരു സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ ഷീലാ ദീക്ഷിതിനെ പരാജയപ്പെടുത്തി ഡൽഹിയുടെ രാഷ്ട്രീയത്തിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ച അരവിന്ദ് കെജ്രിവാൾ അതേ മണ്ഡലത്തിൽ തോറ്റുപോകുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ഇന്നലെ രാവിലെ മുതൽ ഇങ്ങോട്ട് വൈകിട്ട് വരെ, രാത്രി വരെ പടക്കം പൊട്ടിച്ചും മധുര വിതരണം ചെയ്തുമെല്ലാം BJP പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം, അതെല്ലാം കഴിഞ്ഞിപ്പോൾ ചർച്ച ആര് മുഖ്യമന്ത്രി ആവണം എന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേസ് വർമ്മയ്ക്ക് തന്നെ പ്രധാനപ്പെട്ട ഒരു പരിഗണന നൽകുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഡൽഹിയിൽ ഒരുപാട് കാലം ഭരണം നിലനിർത്താൻ, ഒപ്പം തന്നെ രാജ്യ തലസ്ഥാനം എന്നുള്ള നിലയിൽ BJPക്ക് കുറെ കൂടി ഒരു കരുത്തു പകരുന്ന നിലയിലുള്ള ഒരു നേതാവാകണം എന്ന നിലയിൽ ചർച്ചകൾ സജീവമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്മൃതി ഇറാനിയുടെ പേര് കൂടി പരിഗണിക്കുന്നു. ഇങ്ങനെ പല കേന്ദ്രമന്ത്രിമാർ, ഒപ്പം തന്നെ സംസ്ഥാനത്തു നിന്നുള്ള BJP നേതാക്കളുടെ എല്ലാം പേര് പരിഗണനയിലുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കുക BJPയുടെ പാർലമെന്ററി ബോർഡാണ്. ഇന്നോ നാളെയോ അങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് BJP പോകില്ല. UP ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്നര ആഴ്ചയിലധികം കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു നമുക്ക് BJPയുടെ മുഖ്യമന്ത്രി ആര് എന്നറിയാൻ. പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് വീണ്ടും വിജയിച്ചിട്ടുന്ന ഘട്ടമായിരുന്നിട്ട് കൂടി എന്തായാലും BJP ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം ഒരാഴ്ചക്കുള്ളിൽ എടുക്കാനാണ് സാധ്യത. ഒരു 4-5 ദിവസത്തിനകം തന്നെ നമുക്ക് ആരാണ് ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് അറിയാൻ കഴിയും. അതേസമയം തന്നെ അപ്പുറത്തെ ഭാഗത്ത് ആം ആദ്മിയെ സംബന്ധിച്ച് തോൽക്കുമെന്നവർ കരുതിയിരുന്നില്ല. ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും വിജയിക്കാൻ കഴിയും. പക്ഷേ ആ MLA-മാരെ എങ്ങനെ നിലനിർത്താൻ പറ്റുമെന്നൊക്കെയുള്ളൊരു ആശങ്ക ആം ആദ്മി പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പോയി കാര്യങ്ങൾ കൈവിട്ട് ഇല്ലാതായിപ്പോയ അവസ്ഥയിലേക്ക് വന്നപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് തോൽവിക്ക് കാരണം എന്ന പഠനമാണ് ഏറ്റവും ആദ്യം നടക്കേണ്ടത്. അതിനുവേണ്ടി ആം ആദ്മി പാർട്ടി ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിശ്ചയിക്കാനിടയുണ്ട്. മനീഷ് സിസോദിയ ഉൾപ്പെടെ ആ സമിതിയിൽ ഉണ്ടാകുമെന്ന വിവരമുണ്ട്. ആ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം വേണ്ട തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകും എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മുഖ്യമന്ത്രിയായിരുന്ന അതിഷി തന്നെ പ്രതിപക്ഷ നേതാവായി വരാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തും. ഒപ്പം തന്നെ പഞ്ചാബിൽ ഭരണം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കുക എന്ന ഒരു അപ്രഖ്യാപിത ലക്ഷ്യം BJPക്കുണ്ട്. ഡൽഹിയിൽ അത് ഏതാണ്ട് സാധ്യമായിരിക്കുന്നു. ഇനിയിപ്പോൾ പഞ്ചാബിലേക്ക് അതിനുള്ള ശ്രമം BJP വ്യാപിപ്പിക്കുമെന്ന ചോദ്യമുണ്ട്. അഴിമതി കഥകളെല്ലാം ഉരുണ്ടുകൂടുമോ പഞ്ചാബിന്റെ ആകാശത്തും എന്ന ചോദ്യം തുടരുന്നു. ഒപ്പം തന്നെ അതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഇപ്പോൾ അഴിമതിയൊക്കെയാണ് തങ്ങളുടെ തോൽവിക്ക് കാരണം എന്നുള്ളത് ആം ആദ്മി പാർട്ടി എന്തായാലും മുന്നിലേക്ക് സമ്മതിച്ച് തന്നേ പറ്റത്തുള്ളൂ. ആ വക ചർച്ചകളെല്ലാം എങ്ങനെയായിരിക്കും എന്ന് നോക്കണം. മദ്യനയ അഴിമതി കേസ് എന്നൊക്കെ പറയുന്ന വലിയ കാര്യങ്ങൾ അവർക്ക് ഭീഷണിയായിട്ട് മുന്നിൽ നിൽപ്പുണ്ട്. അതിലിനി BJPയുടെ ഉൾപ്പെടെ ഇടപെടൽ എങ്ങനെയാണെന്ന് നോക്കണം. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഇനി അറിയണം. കാരണം ഓരോ നേതാക്കളും ഇങ്ങനെ തങ്ങളുടെ അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ച് തന്നെ മുന്നിലേക്ക് പോവുക ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലേ അനൂപ് ദാസ്? എന്തായാലും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അങ്ങനെ ചർച്ചകളൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു പ്രഭാതം ഇങ്ങനെ വിടർന്നു വരുമ്പോൾ BJPയെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും കാലങ്ങൾക്ക് ശേഷം രാജ്യ തലസ്ഥാനം കൈപ്പിടിയിൽ ഒതുങ്ങി എന്നുള്ള വലിയ ആഹ്ലാദം അവിടെ ഓരോരുത്തർക്കുമുണ്ട്. മുഖ്യമന്ത്രി ആരാകും, എങ്ങനെയായിരിക്കും മറ്റു പാർട്ടികളുടെ കാര്യം തുടങ്ങിയതൊക്കെ നമുക്ക് ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. ആ തലങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.